ഇതാണ് ഇവിടുത്തെ ഫേമസ് സാൻഡ്വിച്ച്. നല്ല നമ്മളിവിടെ ഫേമസ് സാധനം ട്രൈ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ കുറച്ചു നേരം കിടന്നുറങ്ങി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. എങ്ങനെയുണ്ട് പോർട്ടോയുടെ നൈറ്റ് വൈബ്സ് നോക്കാം. ഇവിടുത്തെ ഫുഡ് നമുക്ക് കഴിച്ചൊന്നും വലിയ സുഖമായിട്ട് തോന്നാഞ്ഞുകൊണ്ട് നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ വന്നത് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലാണ്. പാസ്ത നല്ലതുണ്ടെങ്കിൽ കഴിക്കാമെന്ന് വെച്ചു. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു ഇന്ത്യൻ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലാണ്, അവിടെ പോകണം. അങ്ങനെ ഇന്ത്യൻ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് പ്ലാൻ ബി ആക്കി വെച്ച് നമ്മൾ ഈ ചെന്നിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സീനാണിത്. ഫോട്ടോയിലെ നൈറ്റ് വൈബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വൈബ് എന്നൊന്നും പറയാനില്ല. കാണുന്നൊക്കെ തന്നെ ഒരു ചെറിയൊരു സിറ്റി പോലെ, നമ്മൾ ആംസ്റ്റർഡാമിലൊക്കെ പോയ പോലത്തെ ഒരു വൈബ്രൻറ്റ് എന്ന് പറയാനില്ല. ഒരുപാട് ആൾക്കാരൊന്നും ഒരു 7 മണിയായപ്പോൾ തന്നെ, ഇപ്പം ഏകദേശം 7 മണിയായിട്ടുണ്ട്, പുറത്തൊന്നുമില്ല. അങ്ങനെ നൈറ്റ് വൈബ് എന്ന് പറയാനില്ല. പക്ഷേ സിറ്റിയിൽ ആവശ്യത്തിന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വെയിറ്റിംഗ് ടൈം കൂടുതലായതുകൊണ്ട് നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പം നമുക്ക് വേറൊന്നും ഇപ്പം പ്രത്യേകിച്ച് ട്രൈ ചെയ്യാൻ തോന്നുന്നില്ല. അത് നമുക്ക് പാസ്തയാകുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് പാസ്ത ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. തിയേറ്ററിൽ നമ്മൾ നാളെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നിപ്പോൾ ഓൾറെഡി നൈറ്റായി, പെട്ടെന്ന് ഇവിടെ ഡാർക്ക് ആവുന്നുണ്ട്. അപ്പം പകലൊക്കെ പോയാലാണല്ലോ ആ ഒരു ഭംഗിയും, പിന്നെ ഇപ്പം നമുക്ക് അടച്ചിട്ട് ക്ലോസ് ആക്കിയോന്നും നമുക്കൊരു ഉറപ്പുമില്ല. അപ്പം എന്തായാലും നാളെയും കൂടി നമ്മൾ പോർട്ടോയിലുണ്ട്. അപ്പം നാളെ പോവാം. ഒരു ഫുൾ ഡേ കറങ്ങി നടന്നതിൻ്റെ ക്ഷീണം ഫേസിലുണ്ട്, സൗണ്ടിലുണ്ട്. ഫുഡ് കഴിക്കാത്തതിൻ്റെ ഡിസപ്പോയിൻമെൻറ്റ് ആ എൻറ്റയർ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കാണാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്യൂണിക്കുലർ റെയിൽവേ. നമ്മളത് ത്രൂ ആണ് നമ്മൾ നേരത്തെ നമ്മൾ നിന്നിരുന്ന അക്കോമഡേഷനിലേക്ക് തിരിച്ചെത്തിയത്. അപ്പം അതിൻ്റെ ഒരു നോയ്സ് കാരണം ഒന്നും കേൾക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പം അവിടുത്തെ ആ ഒരു വോയിസ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കേബിൾ കാർ ത്രൂ ആണ് നമ്മൾ തിരിച്ച് റിബേറ ഡിസ്ട്രിക്റ്റിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ഒരുപാട് ഷോപ്സും ബിൽഡിങ്സ് ഒക്കെ ഉള്ളൊരു ഏരിയ. ആ ഒരു കാര്യം നമ്മൾ കംപ്ലീറ്റ്ലി വിട്ടുപോയി. നമ്മൾ ഫുഡ് കിട്ടാതായപ്പോഴാണ് എങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അതുള്ളത് നമ്മുടെ റിബേറ ഡിസ്ട്രിക്റ്റിലാണ്. നമ്മൾ 5:30 ആയപ്പോഴേക്കും നമ്മുടെ ഷോപ്സ് എല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇത്രയും അടിപൊളി ഒരു നൈറ്റ് വൈബ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പം ഇനി പോർട്ടോയിലേക്ക് വരുന്ന ആൾക്കാർ എത്ര നിങ്ങൾ ഇരുട്ടായാലും പാതിരാത്രി ആയാലും റിബേറ ഡിസ്ട്രിക്റ്റിലേക്ക് വരാതെ പോകരുത്. കാരണം ഓൾവേസ് ഓൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു ഈവനിങ്ങിൽ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു എൻറ്റയർ ഏരിയ കാണാൻ പറ്റിയിരുന്നു. പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് ഈ ലൈറ്റ്സിൻ്റെ റിഫ്ലക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് കാര്യമായ രീതിയിൽ നമുക്ക് അങ്ങനെ ആ ഒരു എൻറ്റയർ ഏരിയ കാണാൻ പാടുന്നില്ല. നമുക്ക് റിവറും ബ്രിഡ്ജും ചെറിയ ചെറിയ ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ് ആണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട സ്റ്റോണുകളൊന്നും ഇപ്പം ഇല്ല. അവരൊരു 6 ആകുമ്പോഴേക്കും ഫുൾ അഴിച്ച് അവർ കൊണ്ടുപോകും. നാളെ അവർ വന്നിട്ട് പിന്നെയും അവർ അത് റീക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ. ഒരു പെണ്ണോട് പാട്ട് പാടുന്ന നോക്കി. എത്ര മണി വരെയാണ് ക്ലോസ് ഉണ്ടായി? Next part, we don't need any words, so you can all sing along. It's just melody. You're going to do one time, but you recognize it. And it's 4 times in total. Yeah, beautiful. And I hear Jerusalem bells are ringing, Roman Catholic choirs are singing. Be my mother, my sword and shield, my missionaries that I fulfill. For some reason I can't. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൈറ്റ് വൈബായിരുന്നു റിബേറ ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ എത്തിയപ്പോൾ കണ്ടത്. കണ്ട് ഞങ്ങളുടെ കിളി പോയി.
അതിനേക്കാൾ വലിയ കിളികൾ പാറാനായിട്ട് ദാ നിൽക്കുന്നു നമ്മുടെ ഓൾഡ് പ്രസ് ലേഡി. എത്രയോ നാളത്തെ ആഗ്രഹമായിരുന്നു ഏതെങ്കിലും യൂറോപ്പിൽ പോകുമ്പോൾ കാണണേ എന്നുള്ളത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതും സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പോർട്ടോയിൽ പോയ ഫസ്റ്റ് ഡേ തന്നെ അത്രയും സർപ്രൈസസ് നിറഞ്ഞൊരു അടിപൊളി ഡേ ആയിരുന്നു. ഓൾഡ് പ്രസ് ലേഡി പല യൂറോപ്യൻ സിറ്റീസിലും നമുക്ക് കാണാൻ പറ്റും. എനിവേ ലക്ലി ഞങ്ങൾക്കും കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ആക്ച്വലി നിങ്ങൾ ഫോട്ടോയിൽ വരുവാണെങ്കിൽ സോ നമുക്ക് ഡൊണേഷൻ മാത്രം എന്തെങ്കിലും കൊടുത്താൽ മതി. She did a great job. Thank you so much. Thank you so much. Enjoy. Thank you. That's a nice photo. It's beautiful. Glad you like it. Thank you so much. Yeah. Thank you. Thank you so much. Thank you. See you. Bye. Ciao. Bye. ഞങ്ങളുടെ എൻ്റെ പോർച്ചുഗൽ ട്രിപ്പിലെ മോസ്റ്റ് വാല്യുബിൾ സുവനീർ ആയിരുന്നു ഇപ്പോൾ കിട്ടിയ ഫോട്ടോസ്. ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാനായിട്ട് വേറൊരു കാര്യമുണ്ട്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിൽ അവർ ചെയ്യുന്നൊരു ട്രിക്കുണ്ട്. അവരുടെ തന്നെ ആൾക്കാർ ഇതുപോലത്തെ ലൈവ് മ്യൂസിക് ഷോസ് ഇങ്ങനെ നടത്തും. അത് കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും ആൾക്കാർ ഇവർ റെസ്റ്റോറൻറ്റിലേക്ക് കയറും. നല്ലൊരു ഗ്രേറ്റ് ഐഡിയ ആയിട്ട് തോന്നി. നമ്മൾ പാസ്തയുടെ പരിപാടി വേണ്ടാന്ന് വെച്ചു. നമ്മളിപ്പോൾ ഡിസ്ട്രിക്ട് അങ്ങനെയാണ് തോന്നുന്നുണ്ട് പ്രൊണൗൺസിയേഷൻ. അവിടെ നല്ലൊരു സിറ്റി വൈബൊക്കെ നമ്മൾ അവിടെ ഇരുന്നിട്ട് അങ്ങനത്തെ ഒരു ചീസ് ബർഗർ ഭയങ്കര ഫേമസ് ആണ്. അപ്പം അതൊന്ന് ട്രൈ ചെയ്യാമെന്നായിട്ട് ഇരിക്കുകയാണ്. ബാക്കിൽ നല്ല അടിപൊളി ചാട്ടൊക്കെ നടക്കുന്നുണ്ട്. കൊള്ളാം. ഇതാണ് ഇവിടുത്തെ ഫേമസ് സാൻഡ്വിച്ച്. ഭയങ്കര അടിപൊളിയാണെന്നാണ് എല്ലാരും പറയുന്നത്. എന്തായാലും കഴിച്ചു നോക്കാം. എനിക്ക് അത് ചോദിക്കേണ്ട അവസ്ഥയല്ല. അല്ലല്ല, ഞാൻ രാവിലെ കഴിച്ചത് ഇങ്ങനെ തന്നെയായിരുന്നു. ഹാം ഇങ്ങനെ തന്നെയാ. ഇഷ്ടമായില്ല. അല്ല ഉപ്പിട്ടിട്ട് നമുക്ക് നമ്മളിവിടെ ഫേമസ് സാധനം ട്രൈ ചെയ്യാൻ പോവാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സൂപ്പർ ചീസിയാണ് കണ്ടിട്ട്. മീറ്റുണ്ട്, ചീസുണ്ട്, ഇക്കുണ്ട്. എവറിത്തിങ് ഇസ് ദേർ. ബട്ട് ആ ഒരു ഫ്ലേവർ ഫീലൊന്നും കിട്ടുന്നില്ല. പോർച്ചുഗൽ ട്രിപ്പിൻ്റെ ഡേ 1 ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ നാളെ ഇവിടുത്തെ കത്തീഡ്രലിലെല്ലാം പോകുന്നുണ്ട്. സോ പോർട്ടോയിലെ സെക്കൻഡ് എപ്പിസോഡായിട്ട് നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ബൈ ബൈ.